ഹായ്, ജിജിനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്നത്. വണ്ടി ഓടിക്കാനറിയാം, അത് ബൈക്കും അതെ കാറും അതെ, വണ്ടി ഓടിക്കാനറിയാം. അപ്പോൾ ലൈസൻസ് മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ലൈസൻസ് കൊടുക്കുന്ന ഒരു ഒട്ടനവധി പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് അക്ഷയാണ്. അക്ഷയ്ക്ക് നിലവിൽ കുറേ വണ്ടി ഓടിക്കാനറിയാം. ഇപ്പം നമ്മൾ എല്ലാവരും തന്നെ വണ്ടി ഓടിക്കാനറിയാം. അതുപോലെ ലൈസൻസ് മാത്രം വരുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ വണ്ടി ഒന്ന് എടുക്കുവാണ്. എടുക്കുമ്പം എന്തൊക്കെ ചെയ്യാൻ പറയുന്നില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ് വണ്ടി ഓടിച്ച ശേഷം വണ്ടി സ്റ്റോപ്പായി കഴിഞ്ഞിട്ടാണ് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പ്രസ് ചെയ്ത് ഓണോ വണ്ടി വേണോ? നേരെ തലച്ചോറോട് തന്നെ പൈപ്പാണ്. വണ്ടി കയറി വരും. ഓക്കെ, പതുക്കെ പോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും സൈഡായി നിർത്താം. കുറച്ച് അവിടെ നിന്ന് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഒരു വീലും കൊണ്ട് പുറത്തിറങ്ങി ചെടിയായാലും കുഴപ്പമൊന്നുമില്ല.
കുറച്ചുകൂടെ വണ്ടി സൈഡിച്ച് ഓക്കെ. വൈപ്പർ ഓഫാക്കി അപ്പുറത്ത് കാര്യം പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ റോഡിന്റെ ടെസ്റ്റിന് പോയി കഴിഞ്ഞാല് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നീ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാറാനുള്ളൂ. കൈ പിടിക്കുന്നത് ഒരു കയ്യിൽ ഇവിടെ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ കയറ്റി പിടിക്കുന്നത് ഒരു 9-3 ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യണം, കൈ നീ ഹോൾഡ് ചെയ്ത് പിടിക്കണം ഈ ഒരു പൊസിഷനില്. അതുപോലെ ഈ അടുത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക. അതുപോലെ പിന്നെ വണ്ടി എടുക്കുമ്പോഴും നിർത്തുമ്പോഴും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കും. ഫസ്റ്റ് നീ എടുത്തില്ല അവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മുടെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ബേക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ വണ്ടി എല്ലാം പോയി കഴിഞ്ഞിട്ട് എടുത്തിട്ട് പോകാൻ പാടുള്ളൂ. പിന്നെ നിർത്തുമ്പോഴായാലും ഇപ്പൊ ഗിയർ ഡൗൺ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, അത് ഓക്കെയാണ്. ഗിയർ ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റർ ഇട്ട് റോഡ് വിട്ട് ഇറക്കി നിർത്തണം. റോഡ് എന്ത് ചെയ്യണം, റോഡ് വിട്ട് ഇറക്കി നിർത്തണം. എന്നിട്ട് വേണം പിന്നെ നമ്മള് എടുക്കാൻ വേണ്ടിട്ട്. ആക്സിലേറ്ററും ഇതൊക്കെ കറക്റ്റാണ്. ഇൻഡിക്കേറ്റർ ഓഫ് ആയിപ്പോയി ഏറ്റവും ഓക്കെ. അതുപോലെ കയറ്റത്തിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഈ ക്ലച്ച് താങ്ങി എടുക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്കിലായിരിക്കണം. അപ്പൊ നമുക്ക് ബ്രേക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഹാൻഡ് ബ്രേക്കിൽ വണ്ടി നിന്നോളൂ. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ എല്ലാ ഗിയറും മാറി കഴിഞ്ഞിട്ടാണ് നീ എന്ത് ചെയ്യുന്നത്, ഗിയറിട്ട് നോക്കുന്ന കൈ എടുക്കുന്നത്. അപ്പൊ കൈ കറക്റ്റ് പിടിക്കും, കൈ കറക്റ്റ് ചെയ്തു പോയി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ട് എന്ത് ചെയ്യാം, ക്ലച്ചിന്റെ പെടുന്ന ബ്രേക്ക് കാലെടുക്കണം. കൈ പിന്നെ ഗിയറിന് നോക്കുന്ന കൈ എടുത്ത് എന്ത് ചെയ്യണം, സ്റ്റീയറിംഗ് വീലിലോട്ട് വരണം. ഇപ്പോഴേക്ക് സൈഡാക്കി നിർത്തുക, കുറച്ചേ മുന്നിലോട്ട്. ഗിയർ ഡൗൺ ചെയ്തു, ഒറ്റ ഗിയർ ഡൗൺ. ഇൻഡിക്കേറ്റർ മറന്നു പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മള് ഓക്കെ. വണ്ടി ഗിയറിൽ ഇപ്പൊ നിനക്ക് തേർഡ് ഗിയറിലാണെങ്കിൽ തേർഡ് ഗിയർ തന്നെ നിന്നോട്ടെ വണ്ടി. എന്നിട്ട് നീ നിന്ന ശേഷം ന്യൂട്രലാക്കിയാൽ മതി. വരുമ്പോ നീ ന്യൂട്രലാക്കിയിട്ട് നിർത്തുന്ന ആവശ്യമൊന്നുമില്ല. ഓക്കെ. ബാക്കോട്ട് ബ്ലൈൻഡ് സ്പോട്ട് വരും, ബാക്കോട്ട് തിരിഞ്ഞു കൊടുക്കണം. ഇപ്പൊ നീ പുറത്തൊക്കെ പോകുന്നുണ്ട്, ഷോൾഡർ ചെക്കിങ് ഉണ്ട്, ബാക്കോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. കൈ ഇങ്ങനെ ഇവിടെ പിടിക്കും, ഈ കൈ കൊണ്ട് ഇറക്കി പിടിക്കും. ഓക്കെ. അതെ ഓക്കെ. വൈപ്പർ ഓണാക്കി വണ്ടി ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി വരാനുണ്ട്. ഇടതുവശത്തേക്ക് കുറച്ച് ഇങ്ങനെ വരണം. വണ്ടി ഓക്കെ. അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ഡൗൺ ചെയ്തു. അത് നീ ആ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ഓക്കെ. ബ്രേക്കിൻ്റെ തൊട്ട് വളവിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി നിശ്ചയ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ബേക്കിൽ തന്നെ പോകാൻ നോക്കുക. റോഡ് നേരെ കഴിഞ്ഞ ശേഷം മാത്രമേ സൈഡിൽ നിന്ന് നോക്കണം. പതുക്കെ സൈഡാക്കി ആ റോഡിൽ അങ്ങോട്ട് മുന്നിട്ട് ഇറക്കും, സ്റ്റേജൊക്കെ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓക്കെ. ഹാഫ് ക്ലച്ച്. ഓക്കെ. നീ ഹാൻഡ് ബ്രേക്കിൽ ഹാഫ് ക്ലച്ചിൽ എടുക്കരുത്, അങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഗിയറിൽ ഇടുക. ഓക്കെ. ഹാൻഡ് ബ്രേക്കിനെ വെച്ച് പിടിക്കുക, ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നീ ബ്രേക്കിൽ നിന്ന് കാതെടുക്കും, കുറച്ചുകൂടി ഹാൻഡ് ബ്രേക്ക് താങ്ങി നിന്ന് എന്നിട്ട് ഹാഫ് ക്ലച്ച് മറ്റേ തന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, ബാക്കോട്ട് വരും. ഓക്കെ. നീ ആക്സിഡന്റ് പിടിലോട്ട് വലുത് കാലം പോട്ടെ, ആക്സിഡന്റ് പിടിലോട്ട് ആയിട്ടില്ല. ഇൻഡിക്കേറ്റർ വലതുവശത്തേക്ക്. അതെന്താ അറിയാമോ, ഹാൻഡ് ബ്രേക്ക്. ആ ഒരു സിമ്പല് കാണിക്കുന്നു. അത് തന്നെ. നീ ആക്സിഡന്റ് കൊടുക്കുക. ആയിട്ടില്ല. നീ പിന്നെ ഒരു ഹാഫ് ക്ലച്ചില് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വണ്ടി മുന്നോട്ട് നീങ്ങിയിരിക്കും. മുന്നോട്ട് വെക്കുക. അവിടെ നിർത്ത്. ഒന്നും എടുക്കും. ഇത് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ. ബ്രേക്കിന് കാണിക്കുക. ഒരു ഹാഫ് ക്ലച്ച് ഇട്ട് ആദ്യം വിട്ടേ, അവിടെ നിർത്തുക. നീ ആക്സിഡന്റ് കൊടുക്കുക, ആക്സിഡന്റ് മാത്രം. ഒരു പോയിന്റ് കൂടി ക്ലച്ച് നിൽക്കാതെ
ആ ഓക്കെ താത്തിക്കുട്ടി കണ്ടോ ഒന്നിവിടെ നിർത്തി ഇൻഡിക്കേറ്റർ എടുത്തില്ല ഫസ്റ്റ് പേര് ഇൻഡിക്കേറ്റർ വേണ്ടേ നമ്മൾ ഇടത് വശത്തേക്ക് പോകാന്ന് അറിയിക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഉണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കും ഈ ബ്രേക്കിന് കാലത്ത് ബാക്കോട്ട് വന്നിട്ട് വന്നിട്ട് പറ്റും ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കും ആയിട്ടില്ല നമ്മളൊന്നും ഒരു ഫീൽ ചെയ്യില്ല നമുക്ക് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് ഇനി ആക്സിഡന്റ് കൊടുക്കുക ആക്സിഡന്റ് മാത്രമോ ഇല്ല ഞാൻ പറയാം വണ്ടി ഒരു പകുതി ക്ലച്ച് കാലം വരട്ടെ കുറച്ചിട്ടേ ബാക്കോട്ട് വരട്ടെ ക്ലച്ചിന് കാലിന് മതി നീ ആക്സിഡന്റ് മാത്രം കൊടുത്തുടി ഒരു പോയിന്റും കൂടി ക്ലച്ചിന് കാല് അത് തന്നെ നീ ഹാൻഡ് ബ്രേക്ക് അത് കറക്റ്റ് ആയിരിക്കും ക്ലച്ചിന് കാല് ലോഡ് കൂടുന്നതനുസരിച്ച് ഇവിടെ ആക്സിഡന്റ് കൂടുമ്പോൾ ഇവിടെ ക്ലച്ചിനുള്ള കാല് റിലീസ് ചെയ്യും പക്ഷെ നമ്മളാ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പം ആ ടയറിന് മുന്നോട്ട് കറങ്ങിയിരിക്കണം ആ ഒരു ക്ലച്ചിൽ കൊണ്ടുവന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ പാടുള്ളൂ കൈ അങ്ങോട്ട് വിട്ടെ അതെ ക്ലച്ചിന്റെ ഇവിടെ നിന്ന് കാല് വിടുകയാണ് അതെ നനഞ്ഞാടുള്ള സ്റ്റേഡിയം പതിക്കെ ആക്സിഡന്റ് ഇത് എന്താണെന്നറിയോ ഇതെന്താ വഴി കൊടുക്കുക ചിലപ്പോൾ ചോദിക്കും കേട്ടോ റോഡ് സൈനൊക്കെ ചോദിക്കും അതുപോലെ ഇതറിയില്ല 20 സ്പീഡ് ലിമിറ്റ് റോഡ് സിഗ്നലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ചോദിക്കുക ചിലപ്പോൾ പറഞ്ഞു കൊടുക്കില്ല കൈ കറക്റ്റ് ചെയ്ത് വൈപ്പറിന്റെ സ്പീഡ് വേണമെങ്കിൽ ഒരു ഒന്നുകൂടി കൂട്ടിക്കും ഇപ്പൊ ഏത് ഗിയറിലാ പോകുന്ന അറിയാമോ അവിടെ ഒരു ബ്ലോക്ക് വന്നില്ല നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കണേ അവിടെ കൊണ്ടേ നിർത്തണം കുറച്ചു മുന്നോട്ട് അവിടെ ഓട്ടോ കഴിഞ്ഞിട്ട് കൊണ്ട് നിർത്തിയാണ് ഇവിടെ നിർത്തി നേരെ കൊണ്ട് കുറച്ചു മുന്നോട്ട് കയറ്റി വണ്ടി ഓഫായി വൈപ്പറൊക്കെ ഓഫാണെങ്കിൽ ഓണാണെങ്കിൽ വൈപ്പറൊന്ന് ഓഫാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി നീ ഇപ്പോഴും വണ്ടി എന്ത് ചെയ്തിട്ടില്ല ഇവിടെ നിർത്താൻ പറഞ്ഞ പാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല അത് വലിയൊരു അതല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട് നമ്മൾ റോഡ് നിയമങ്ങളും ഒക്കെ ഒന്ന് അനുസരിക്കണ്ടേ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ല ഇടത് വശത്തേക്ക് പോകുമ്പോൾ ഇടത് വശത്തേക്ക് പോകുന്നു വലത് വശത്തേക്ക് പോകുമ്പോൾ വലത് വശത്തേക്ക് പോകുന്നു ഒന്നെങ്കിൽ ഹാൻഡ് നമുക്കിപ്പോൾ കാറൊക്കെ ആകുമ്പം അതൊക്കെ ആണെങ്കിൽ ഹാൻഡ് അത്രയും വലിയ ഒരു ഇതിൻ്റെ ഒന്നല്ല ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക അത് മറക്കില്ല അത് നീ ഇപ്പം അത് പിന്നെ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഇടുന്ന കാര്യങ്ങളും ഒക്കെ കറക്റ്റാക്കുക ഒന്ന് സ്റ്റിയറിംഗ് കൈ പിടിക്കുന്നതും അതുപോലെ ഓരോ ഗിയർ മാറിയിട്ടും ഗിയറിൻ്റെ നോബിൽ നിന്ന് കൈ എടുക്കുക എല്ലാ ഗിയർ മാറിയിട്ട് ഗിയറിൻ്റെ നോബിൽ നിന്ന് കൈ എടുക്കരുത് ഫസ്റ്റ് ഗിയർ ഇട്ടു കൈ മാറ്റി സെക്കൻഡ് ഗിയർ അങ്ങനെ ഓരോ സ്പീഡ് ലിമിറ്റുണ്ട് 20 കിലോമീറ്റർ സെക്കൻഡ് ഗിയർ 30 തേർഡ് ഗിയർ 40 ഫോർത്ത് ഗിയർ അങ്ങനെ ഓക്കെ